യുകെയിൽ കഴിഞ്ഞ 1.5 മാസമായി ജനജീവിതം ദുസ്സഹമാക്കിയ അതിതീവ്ര ഉഷ്ണതരംഗത്തിന് താൽക്കാലിക ശമനം. അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള തണുത്ത കാറ്റും മഴയും എത്തിയതോടെ രാജ്യം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഈ ആശ്വാസം നീണ്ടു നിൽക്കില്ലെന്നും വരും ദിവസങ്ങളിൽ വീണ്ടും ഉഷ്ണതരംഗം ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ 6 ആഴ്ചയായി യുകെയെ ചുട്ടുപൊളിച്ച കടുത്ത ചൂടിനാണ് ഇപ്പോൾ നേരിയ ശമനമുണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ ഉഷ്ണതരംഗം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായും താളം തെറ്റിച്ചു. ഉയർന്ന താപനില കണക്കിലെടുത്ത് വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചും ജീവനക്കാർക്ക് ജോലിയിൽ ഇളവുകൾ നൽകിയും കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അറ്റ്ലാന്റിക്കിൽ വീശുന്ന തണുത്ത കാറ്റിന്റെയും ന്യൂനമർദ്ദത്തിന്റെയും ഫലമാണ് രാജ്യത്ത് താപനില കുറഞ്ഞതും പലയിടങ്ങളിലും മഴ ലഭിച്ചതും. ഇതോടെ വിജനമായി കിടന്നിരുന്ന തെരുവുകളും ഷോപ്പിംഗ് മാളുകളും വീണ്ടും സജീവമായി. കുട്ടികളുടെ വിനോദ കേന്ദ്രങ്ങളിലടക്കം വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. യുകെയിൽ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് നല്ല അതിശക്തമായ ചൂടായിരുന്നു. ഏകദേശം 38-40 ഡിഗ്രി വരെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചൂട് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. നമ്മള് പുറത്തിറങ്ങി ഒരു ഫാൻ വരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. വിവിധമുള്ള എല്ലാ ഷോപ്പിംഗ് മാളുകളിലും ഫാന് ഭയങ്കര ആവശ്യക്കാര് ഏറിയതിന്റെ അടിസ്ഥാനത്തിൽ ഫാൻ കിട്ടാനില്ലാത്ത അവസ്ഥ. അതൊക്കെ ആയിരുന്നു ഇപ്പൊ 1.5 മാസം വരെ. ഇപ്പൊ കുറഞ്ഞ് അത് ഒരു നോർമൽ കാലാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നാൽ ഈ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യത്ത് വീണ്ടും താപനില ഉയരാനും മറ്റൊരു ഉഷ്ണതരംഗത്തിന് കാരണമാകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ലഭിച്ച ഈ തണുപ്പുകാലം ആസ്വദിക്കുമ്പോഴും ജാഗ്രത കൈവിടരുതെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. എന്നാൽ വീണ്ടും ഒരു ഹീറ്റ് വേവിന് സാധ്യതയുണ്ടെന്നുള്ളത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. യുകെയിൽ നിന്നും നിസാർ അലിയാർ, മീഡിയ 1.